ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു മൈ ഡ്രീം ആളൂട്ടി. എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന അല്ലേ? ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പമാണ് കേട്ടോ. പാലപ്പത്തിനാണ് കുഴച്ച് വെച്ചിരിക്കുന്നത്. അപ്പം നന്നായി പുളിച്ചിട്ടുണ്ട്, കണ്ടോ നോക്കി, നല്ലോണം പുളിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പാലപ്പത്തിൻ്റെ കൂടെ നമ്മൾ ചിക്കൻ എസ്റ്റു ആണ് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനുള്ള ചിക്കൻ രാവിലെ തന്നെ കഴുകി വെള്ളം പോകാൻ വെച്ചിരുന്നു. പിന്നെ ഇടുന്ന വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ക്യാരറ്റ്, ബീൻസ്, ഉരുളക്കിഴങ്ങ്, ഇത്രയാണ് കേട്ടോ അതിൻ്റെ കൂടെ ഇടുന്ന വെജിറ്റബിൾസ്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, പച്ചമുളക് അങ്ങനെയൊക്കെ എടുക്കും. ഇഞ്ചി നല്ല നാടൻ ഇഞ്ചി എൻ്റെ ഒരു ഫ്രണ്ട് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നാട്ടിൽ നിന്ന് വന്നപ്പോൾ. അതാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഒരു കവറിനകത്താക്കി. അങ്ങനത്തെ ഇഞ്ചി ഇവിടെ കിട്ടൽ കുറവാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം കൂടെ ചിക്കനും വെജിറ്റബിൾസും ഇഞ്ചിയും പച്ചമുളക് വേപ്പില എല്ലാം കൂടെ കുക്കറിലിട്ടാട്ടോ എന്ന് വെച്ച്. സാധാരണ അങ്ങനെയല്ല വേവിക്കാറ്. പക്ഷേ ഇത്രയും നമ്മൾ രാവിലെ ഒരു 5:45 ആകുമ്പോഴത്തേരെങ്കിലും എല്ലാം റെഡി ആവണം. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് കുക്കറിലിട്ട് വേവിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ വെജിറ്റബിൾസും ചിക്കനും കൂടെ കുറച്ച് എണ്ണയിൽ ഏലക്കയും ഗ്രാമ്പും പട്ടയും ഒക്കെ ഇട്ട് ഒന്ന് ചെറുതായി മൂപ്പിച്ചിട്ട് അതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസും ചിക്കനും കൂടെ ഇട്ട് കുറച്ച് നല്ലോണം തിളപ്പിച്ചതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ച്, പിന്നെ ഒരു ഭംഗിക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാഷ്യൂ എണ്ണയിലാട്ടോ, നെയ്യിലൊന്നല്ല വറുത്ത്, എണ്ണയിൽ വറുത്ത് ഇട്ടു. ആ എണ്ണ ഞാൻ ഒഴിക്കാറില്ല, ആ വറുത്ത ക്യാഷ്യൂ മാത്രമേ ഇട്ടു. ഇന്നത്തെ കറി കുഴപ്പമില്ലാന്ന് തോന്നുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് തോന്നുന്നുണ്ട്. ഇനി അനീഷേട്ടൻ കഴിച്ചിട്ട് വേണം അഭിപ്രായം പറയാനായിട്ട്. അപ്പോൾ കറി ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ തേങ്ങാപ്പീരയും വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്താണ് ഇടുന്നത്. പുറത്ത് നമുക്ക് വേറെ സ്ഥലമൊന്നുമില്ല കേട്ടോ വേസ്റ്റ്. അപ്പോൾ ഞാൻ അകത്ത് വെക്കുന്നത് എനിക്കിഷ്ടമല്ല വേസ്റ്റ്. അതുകൊണ്ട് അവർക്ക് ഏരിയയുടെ ഗ്യാസൊക്കെ വെക്കുന്നവർക്കാണ് വെക്കുന്നത്. ഗ്യാസും പുറത്ത് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞിട്ട് അപ്പം ഉണ്ടാക്കാമെന്ന് കരുതിയിരിക്കുന്നത്. മാളൂന് കൊണ്ടുപോകാനുള്ള കറി കുറച്ച് ആദ്യമേ തന്നെ ചൂടാറാൻ മാറ്റി വെച്ചു കേട്ടോ. പിന്നെ അപ്പത്തിൽ നിന്നാണെങ്കിലും നമ്മൾ കുറേശ്ശെ എടുത്ത് ഉണ്ടാക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഉണ്ടാക്കി എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒന്നിച്ച് ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റ് ഉണ്ടാക്കുന്ന അപ്പം പൊങ്ങും, ഒരു കൊമള വരില്ല കേട്ടോ. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ നമ്മളൊരു പുതിയ പാലപ്പച്ചട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ദിവസമായിട്ട് ഞാനിങ്ങനെ വേണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. മേടിച്ചാൽ പിന്നെ നമുക്ക് പിറ്റേ ദിവസം തന്നെ ഉണ്ടാക്കണമല്ലോ. ഇന്നലെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പം മേടിക്കുന്ന ഇതുള്ളതുകൊണ്ട് ഞാൻ അപ്പത്തിന് അരയ്ക്കാനിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ പുതിയ ചട്ടിയുടെ ഉദ്ഘാടനമാണ്. പിന്നെ ചൂടൊക്കെ പിടിക്കണത് എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. ആ ചൂടിൻ്റെ ഒരു ഇതനുസരിച്ചാണ് അപ്പം നല്ലോണം പൊങ്ങുള്ളൂ. അപ്പോൾ കുഴപ്പമില്ലാത്ത ചട്ടിയാണെന്ന് തോന്നുന്നു. അത്യാവശ്യം നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം മാളുവിന് 2 എണ്ണമാണ് കൊടുത്തു വിടുന്നത്. പണ്ടൊക്കെ മാളു പറഞ്ഞ് കഴിച്ചിട്ട് പോകുമായിരുന്നു. ഇപ്പം അതൊന്നുമില്ല കേട്ടോ. ആൾക്ക് വിശപ്പൊക്കെ കുറവാണ്, രാവിലെ കഴിച്ചിട്ടൊന്നും പോവില്ല. അപ്പോൾ ഇതാണ് മാളുവിന് കൊണ്ടുപോകുന്ന കറി പ്ലേറ്റ്, കറിപ്പാത്രം. അപ്പോൾ ഇതിനകത്തേക്ക് പകർത്തി വെച്ച് ചൂടാറിയിട്ടുണ്ടായിരുന്നു. 2 അപ്പം ഉണ്ട്. അപ്പം മാളുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഇനി മാളുവിനുള്ള വാട്ടർ ബോട്ടിലിൽ വെള്ളം നിറച്ച് വയ്ക്കണം. നമ്മൾ മോട്ടർ വെച്ചാണ് കുപ്പിയിൽ നിന്ന് വെള്ളം എടുക്കണം കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഇവിടെ വെള്ളം എടുക്കുന്നത്. ബോട്ടിൽ ആഴ്ചയിൽ നമ്മൾ മേടിക്കും. അപ്പം മാളുവിൻ്റെ വെള്ളം പാക്കിങ് കഴിഞ്ഞു. ഇനി മാളു എഴുതി കഴിഞ്ഞിട്ട് കുളിക്കാൻ കയറിയേക്കാണ് കേട്ടോ. അപ്പം ഇന്നത്തെ മാളുവിൻ്റെ സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. മാളും റെഡി ആയിട്ടുണ്ട്. മാളുവിൻ്റെ ബസ്സിൻ്റെ ലൊക്കേഷൻ വന്നിട്ടുണ്ട്. ഇപ്പം നേരത്തെയാണ് ബസ് വരുന്നത്. നമ്മൾ റെഡിയായി ഇറങ്ങുമ്പോഴത്തേനും കറക്റ്റായിട്ട് അവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. കഴിഞ്ഞ ദിവസമൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്പം തണുപ്പ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നല്ലോണം നേരത്തെ കുറച്ച് ദിവസമായിട്ട് നേരെ വെളുക്കുന്നേ ഇല്ലായിരുന്നു, നല്ല ഇരുട്ടായിരുന്നു മാള് പോണ സമയത്ത്. ഇപ്പോൾ കുറച്ച് വെട്ടം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. മാള് പോകാനായിട്ട് റെഡിയായി ഇറങ്ങി. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ താഴെ ചെല്ലുമ്പോൾ തന്നെ ബസ് അവിടെ കിടക്കേണ്ട ഓടി കയറണം. ഇന്നും അതുപോലെ തന്നെ കേട്ടോ. ഞങ്ങളങ്ങ് സ്റ്റെപ്പ് ഇറക്കി ചെന്നതും ബസ് വന്നു. മാള് ഓടിയാണ് കയറുന്നത്. ഇന്ന് കെസിയ ഇല്ല കേട്ടോ, കെസിയ വന്നിട്ടില്ല. എന്താ പറ്റിയെന്ന് അറിയത്തില്ല. മാളൊന്ന് ഇവിടുന്ന് കയറാൻ ഒറ്റയ്ക്കുള്ളൂ. ചെല്ലുമ്പോൾ ബസ്സിൽ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ മാളുകുട്ടീനെ പറഞ്ഞു വിട്ടു. അനീഷേട്ടനെ വിളിക്കണം, ചായ വയ്ക്കുകയാണ്. ചായ ഞങ്ങളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് പഞ്ചസാരയൊന്നും ഇടാതെ ആയിട്ട് കുടിക്കുന്നത്. ചില സമയത്ത് ഞങ്ങൾ അങ്ങനെയാണ്. വെയിറ്റ് കുറയ്ക്കൽ ഡിസിഷൻ എടുത്ത് വരുമ്പോൾ അങ്ങനെ തുടങ്ങും കേട്ടോ. പിന്നെ ചിയാ സീഡ് ഞാൻ രാവിലെ ഇടാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോഴാണ് ഒഴിച്ച് വെച്ചത്. ഇനിയിപ്പോൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് പതിയെ കുതിരുമ്പോൾ അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. ചായ കറിയായപ്പോഴത്തേന് അനീഷേട്ടൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചായ കുടിക്കുന്ന സമയം ഫോണൊക്കെ വിളിക്കും വീട്ടിലേക്ക്.
അങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ ഉള്ള വിളിയൊക്കെ കഴിഞ്ഞ് അനീഷേട്ടൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. പുതിയ ചട്ടിയിൽ അപ്പം പരീക്ഷണമൊക്കെ വിജയകരമായി കേട്ടോ. കറിയും ഇന്ന് വലിയ കുഴപ്പമില്ലാതെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ചേട്ടന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സക്സസ് ആയി. അപ്പോൾ അനീഷേട്ടൻ പോകാനായിട്ട് ഇറങ്ങുവാണ് കേട്ടോ. ഈ സമയമാകുമ്പോഴത്തേനും എന്ന് ഇറങ്ങും. 8 മണി സമയമാണ്. താഴത്തേക്ക് ഇറങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ ആ കറക്റ്റ് സമയമാകുമ്പോൾ ഇറങ്ങുന്നത്. ഇനിയിപ്പോൾ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇതിൽ കൂടെ വരുമ്പോൾ ഈ കിളിയുടെ ഒച്ച ഇച്ചിരി നേരം കേട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനമല്ലോ കേട്ടോ. നല്ല രസമാണ് കേട്ടോ. നിമ്മയുടെ ഗിഫ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ. അതങ്ങനെ ഇടയ്ക്ക് കേൾക്കുമ്പോൾ നല്ലൊരു സുഖം കിട്ടും. അപ്പോൾ വാതിൽ തുറന്ന് ഇങ്ങോട്ട് തിരിയണ സമയത്തൊക്കെ ഞാനൊന്ന് കേട്ടിട്ട് പോയി കിട്ടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.